ആരും പറയില്ല കേട്ടോ. എന്നാ അമ്മച്ചി കാണാതെ പോയിട്ട് വാ. ശരി. നല്ല ശീലുണ്ട് ചേച്ചി. നന്നായിട്ടുണ്ടോ? ഇതൊന്നാടി എന്താണ്? നല്ല മണം. ഇതെവിടുന്നാ? കറിയാച്ചേട്ടൻ തന്നതാ? അയ്യോ, അപ്പച്ചനും അമ്മച്ചിയും അറിയരുത് കേട്ടോ. എവിടെങ്കിലും ഒളിച്ചു വെച്ചോ, നിന്നെ കുഞ്ഞാളെയും. ഞാൻ ആരെയും കാണിക്കില്ലല്ലോ. മോളെ മേരി. എന്തോ ഇത് വരുന്ന അമ്മച്ചി. എന്താണ് അമ്മച്ചി? നീ ഇത് അപ്പച്ചനോട്, എന്നിട്ട് അമ്മച്ചിയുടെ അടുത്തിരിക്കുന്ന ആ കോപ്പ ഇങ്ങോട്ട് എടുത്തോണ്ട് പോരെ. അപ്പച്ച, കാപ്പി. മോളെ മേരി. എന്താണ് അപ്പച്ച? എന്റെ അടുത്ത് വാ. എന്താണ് ഇവിടെ ഒരു മണം? ആ, എനിക്കറിയാമില്ല അപ്പച്ച. അറിയാമല്ലേ, നീ വന്നപ്പോഴാണല്ലോ മണക്കുന്നത്. പറഞ്ഞതുപോലെ എനിക്കും വന്നല്ലോ ഒരു മണം. എന്നതാടി ഇത്? എനിക്കറിയാമില്ല അമ്മച്ചി. ആ, ചിലപ്പോ ഈ പൂവിന്റെ മണം ആയിരിക്കും. പൂവിന്റെ മണം? നീ എന്ന് മുതലാടി പൂ ചൂടാൻ തുടങ്ങിയത്? നീ എന്നതാടി തലയിൽ പരട്ടിയിരിക്കണത്? ചോദിച്ച കേട്ടില്ലേടി? എന്നിട്ട് നാക്ക് താന്നു പോയ എന്നാടി? അമ്മണി ഏതാണ്ട് എന്റെ തലയിൽ കൊണ്ടുവന്ന് പരട്ടിയതാ. അമ്മണി? അമ്മണി, അമ്മണി, നീ എന്നതാടി അവളുടെ തലയിൽ പരട്ടിയത്? സെന്റോ? എവിടെന്ന്? എവിടെയത്? എന്നിട്ട് നീ അതെന്നെ കാണിച്ച? എന്താണ് നിന്റെ വായില്? അതാര് തന്നടി? മുട്ടായി അമ്മണിക്കൊത്തെ. അത് പോയി കിടങ്ങുന്നുണ്ടോ? കേട്ട് തള്ള. മുട്ടായിയുടെ ശബ്ദം കേട്ടത് ഓടി വന്നിരിക്കുന്നു. കറി എന്ന് മുതലാണ് പെമ്പിള്ളേർക്ക് മുട്ടായും സെന്റ് വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങിയെന്ന് അറിയണമല്ലോ. എന്താ തോന്നുന്നു? നീ ഇങ്ങോട്ടൊന്ന് വാ. നീ അമ്മണിക്ക് മുട്ടായി സെന്റ് കൊടുത്തോ? വീട്ടിൽ വന്നപ്പോ ഞാൻ 2 മുട്ടായി കൊടുത്ത നേരാണ്. സെന്റ് കൊടുത്തില്ലായിരുന്നോ? ഇല്ല തോമച്ചേട്ടാ, സെന്റ് ഞാൻ കൊടുത്തില്ല. എടി അമ്മണി, അമ്മണി. പോട്ടെ തോമച്ചേട്ടാ, കൊച്ചുകുട്ടിയല്ലേ, അറിയാതെ വല്ലതും. പോട്ടെ മോളെ, മോടാപ്പച്ചനല്ലയോ തല്ലിയത്. പോട്ടെ,
ഈ കൊച്ചിനെ കള്ളം പറഞ്ഞു പഠിച്ചിട്ടല്ലയോ നിനക്ക് തല്ല് കൊള്ളുന്നത്? അവൻ ഇനി വരട്ടെ, അമ്മൂമ്മ നല്ല അടി കൊടുക്കാം. നല്ല അടി കൊടുക്കണം. കൊടുക്കാം. മോള് കൊച്ചിലെ കള്ളം പറഞ്ഞു പഠിക്കല്ലേ. കള്ളം പറയില്ല. പോട്ടെ, കരയാതെ. നേരം വെളുത്തപ്പം മുതലേ ഞാൻ ഈ പെട്ടും തൂക്കി ഇവിടെ നിൽക്കുകയായിരുന്നു. എനിക്കറിയായിരുന്നു വെള്ളം കോരാൻ മേരി ഇതുവഴി വരുമെന്ന്. ഇന്നലെ രാത്രിയില് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞാനും ഉറങ്ങിയില്ല. എന്നിട്ടും എന്താ വരാതിരുന്നേ? ഞാൻ അടുത്തില്ലെങ്കിൽ അമ്മയെ നിലവിളിക്കും. അന്നേരം അപ്പച്ചനോ മറ്റോ ഉണരും. ഏതായാലും ഇപ്പോഴെങ്കിലും വന്നല്ലോ, എനിക്ക് സന്തോഷമായി. ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ആരെങ്കിലും കണ്ടാൽ അപ്പച്ചനോട് പറഞ്ഞു കൊടുക്കും. ഞാൻ പോട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മേരിക്ക് എന്നോട് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടോ മേരി? എന്നെ കല്യാണം ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പച്ചനോട് ചോദിക്കാതെ. അപ്പച്ചനോട് ഞാൻ ചോദിച്ചോളാം. മേരിക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണോ മേരി? ഇഷ്ടമാണ്. എത്ര നാള് വേണമെങ്കിലും എനിക്ക് വേണ്ടി കാത്തു നിൽക്കാം. ബാങ്കിൽ കുറച്ച് പണം ഇട്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് നാട്ടിൻപുറത്തെങ്ങാനും ഒരു വീട് വാങ്ങണം. കല്യാണം കഴിഞ്ഞാല് ഈ പുറമ്പോക്ക് വിടണം കേട്ടോ. എന്നാ ഇനി മേരി പൊയ്ക്കോളൂ. ആ പിന്നെ ഞാൻ കൊണ്ടുവന്ന സാരിയും മാലയും ഒക്കെ മേരിക്കുള്ളതാണ്. അതെല്ലാം മേരി എടുത്തിട്ടുണ്ട്. എന്റെ ചെറുക്കം വന്നു കേട്ടാ. കർത്താവേ, ഇതാന്ന് പറയാനാണ് മുമ്പ് വന്നു കഴിഞ്ഞാൽ. കല്യാണക്കാരിയും ഞങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. പെണ്ണിനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. പെണ്ണെവിടെ? അവള് വെള്ളം കോരാൻ പോയിരിക്കാണ്. അയ്യോ, വേഗം ഒന്ന് വിളിച്ചോണ്ട് വന്നു ചൊവ്വേരം ഒന്ന് ഒരുക്കി തീർത്ത്. ഞാൻ ഇപ്പൊ വന്നേക്കാം. അവളെ ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വന്നേക്കാം. മേരി, ഇങ്ങോട്ട് വരൂ. മേരി, ഇങ്ങോട്ട് വരൂ. ഒരു കാര്യം പറയട്ടെ മേരി, അവിടെ ഇങ്ങ് ആരുമില്ലെന്ന്. ഉടനെ പോകാം മേരി, ഇന്ന് വരൂ. ഞാനേ വീട്ടിലേക്ക് വരുമായിരുന്നു. എന്താ? അമ്മച്ചി ചേച്ചിയോട് വേഗം വരാൻ പറഞ്ഞു.